ഒരു ചൈനീസ് ഫേമസ് ആയിട്ടൊരു പഴഞ്ചൊല്ലുണ്ട്, മീൻ കൊടുക്കരുത്, മീൻ പിടിക്കാൻ പഠിപ്പിക്കണം. പക്ഷേ അടുത്ത സമയത്ത് ജയിലിൽ നിന്ന് ഇറങ്ങിയ അരവിന്ദ് കേജ്രിവാൾ, ആം ആദ്മി പാർട്ടിയുടെ നേതാവ്, ഇന്ത്യ മുന്നണിയുടെ ഇപ്പം സീനിയർ നേതാവ്, അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, അവരുൾപ്പെടുന്ന മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ഫ്രീ ആയിരിക്കും. ഇന്ത്യ മുഴുവനുമാണ്, ആലോചിച്ച് നോക്കണം. പിന്നെ മറ്റ് പലതും ഫ്രീ ആയിരിക്കും. അതിനുശേഷം ബസ്സുകൾ, സ്ത്രീകൾക്ക് യാത്ര, അത് ഫ്രീ ആയിരിക്കും. അതായത് മുഴുവൻ സംഭവങ്ങളും ഫ്രീ. ഇപ്പോൾ ഒരു ഡൽഹിക്കാരനായി എനിക്കറിയാവുന്ന വസ്തുതയുണ്ട്, ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നിങ്ങൾ അർഹതയുള്ളവർക്ക് കൊടുത്തോളൂ. പക്ഷെ അർഹതയില്ലാത്ത സാമ്പത്തികമുള്ളവർക്ക് ഈ 200 യൂണിറ്റ് ഫ്രീയും വെള്ളവും ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ എത്രമാത്രമാണ് ഗവൺമെൻറ്റിന് ഡെഫിസിറ്റ് വരുന്നത് എന്നുള്ള സംഭവമുണ്ട്. ഇപ്പം കർണാടകയുടെ കാര്യം എടുക്കാം. കാരണം ഈ ഫ്രീ കേജ്രിവാളിൻ്റെ പോളിസിയാണ് കർണാടകയിൽ കോൺഗ്രസ് പാർട്ടി കൊണ്ടുവന്ന് നടപ്പിലാക്കിയത്. ബസ്സുകളിൽ ഫ്രീ, ഇലക്ട്രിസിറ്റി ഇത്ര % ഫ്രീ, മറ്റുള്ള കാര്യങ്ങൾ ഫ്രീ, എല്ലാ മാസവും ചെറുപ്പക്കാർക്ക് ഇത്ര 1000 രൂപ ഫ്രീ, സ്ത്രീകൾക്ക് ഇത്ര പണം ഫ്രീ, എല്ലാം ഫ്രീ. അവസാനം എന്തുകൊണ്ട് ഖജനാവ് കാലിയായി. അതായത് ട്രഷറിയിൽ പണമില്ല. ഗവൺമെൻറ്റിൻ്റെ വെൽഫെയർ പോളിസി, പബ്ലിക്കിനായിട്ട് ചെയ്യേണ്ടത് പലതും ചെയ്യുവാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് അലോക്കേഷന് പണമില്ലാതായി. അവർക്ക് അതിനുവേണ്ടിയാണ് അവർ ഡൽഹി വന്ന് സമരം ചെയ്തത്. ഞങ്ങൾക്ക് പണം താ, ഞങ്ങളുടെ പൂർണ്ണമായിട്ടും കാലിയായി. ഡൽഹിയിൽ ഇതേപോലെ പല സന്ദർഭങ്ങളിലും ഉണ്ടായി. കാരണം എല്ലാം ഫ്രീ കൊടുത്ത് പിന്നെ ആളുകൾ പിന്നെ ജോലിക്ക് പോകുമോ? ഞാനീ പറയുന്നത് വീണ്ടും ആവർത്തിക്കുന്നു. ഇപ്പം പ്രായമുള്ളവർക്ക്, ഇത്ര വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ കൊടുക്കുക, അതവർ ഡിസേർവ് ചെയ്യുന്നതാണ്, ആവശ്യമാണ്. ഒരു ചെറുപ്പക്കാരന് 2000 3000 രൂപ ഗവൺമെൻറ് കൊടുക്കുകയാണെങ്കിൽ, ഫ്രീ ആയിട്ട് എല്ലാ മാസം കൊടുക്കുകയാണെങ്കിൽ, ഈ ചെറുപ്പക്കാരൻ പിന്നെ ജോലിക്ക് പോകുമോ? ഇത് തമിഴ്നാട്ടിലുണ്ടായ ഇഷ്യൂ ആണ്. അവർക്ക് ഫ്രീ കൊടുക്കുന്നു, റേഷൻ പൂർണ്ണമായിട്ട് ഫ്രീ കൊടുക്കുന്നു, മറ്റുള്ള കാര്യങ്ങൾ ഫ്രീ കൊടുക്കുന്നു, പിന്നെ അവർ ജോലിക്ക് പോവുമോ? അതിൻ്റെ പേരിൽ തമിഴ്നാട്ടിൽ ജോലിക്ക് പോകാത്തതിൻ്റെ പേരിലാണ് ഈ ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും അവിടെ ആളുകൾ ജോലിക്ക് വേണ്ടി മറിയുന്നത്. പിന്നെ ജോലിക്ക് പോകത്തില്ല, മടിയന്മാരാകും. ഇപ്പം ഈ കേജ്രിവാളിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ, അയാൾ തന്നെ സ്വയം പറഞ്ഞിട്ടുണ്ട്, അയാളൊരു അരാജകവാദിയാണ്, അനാർക്കിസ്റ്റാണ്. ആ അരാജകത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫ്രീ കൊടുത്ത്. കാരണം ഇന്ത്യക്കാരുടെ ഒരു സ്വഭാവമുണ്ട്, അത് എടുത്തു പറയേണ്ട ഒരു സ്വഭാവമാണ്. ഇപ്പം നിങ്ങൾ പത്രങ്ങളിലൊക്കെ പരസ്യം കാണുവാണെങ്കിൽ അത് ഫ്രീ, ഇത് ഫ്രീ, ഇതെല്ലാം കപിൾപ്പീര് പരസ്യമാണ് ഫ്രീ എന്ന് എഴുതിയേക്കുന്നത്. ഫ്രീ ടച്ച് ചെയ്യാൻ പോകുമ്പോഴറിയാം അതിൻ്റെ വില എന്തുവാണ്. പക്ഷേ പത്രങ്ങളിൽ വരുന്ന പരസ്യങ്ങളെല്ലാം ഈ ഇന്ത്യക്കാരൻ്റെ മാനസികമായ അവന് ഫ്രീയോടുള്ള താല്പര്യം വെച്ച് കൊടുക്കുന്ന പരസ്യങ്ങളാണ്. അപ്പോൾ ഇതേപോലെ ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ, അതായത് ഒരു മനുഷ്യൻ ജോലി ചെയ്യുക, അതിൻ്റെ ഒരു പുരോഗതിയുണ്ട്. കാരണം ഈ ഹ്യൂമൻ റിസോഴ്സ്, അപ്പോൾ അത് എവിടെ ചെന്ന് നിൽക്കും? ഇതൊന്നും ഇയാൾക്ക് അറിയണ്ട. കാരണം ഫ്രീ എന്ന് പറഞ്ഞ് ഇന്ത്യക്കാരൻ്റെ വീക്ക്നെസ്സാണെന്നറിയാം, അതേ കയറി പിടിച്ചു. അത് ഇന്ത്യയിൽ കോൺഗ്രസ് വരുന്ന പല സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കാനും തുടങ്ങി. ഇതാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയൊരു ഡീപ്പ് ക്രൈസിസ് ആയിട്ട് പോകും. ചിലപ്പോൾ ഇനി അടുത്ത കേജ്രിവാളിൻ്റെ ഫ്രീ ആയിരിക്കും ഇന്ത്യൻ റെയിൽവേയിൽ സ്ത്രീകൾക്ക് ഫ്രീ, അല്ലെങ്കിൽ മറ്റുള്ള സംഭവങ്ങൾ ഫ്രീ. ഡൽഹിയിലുണ്ടായ പ്രശ്നം, ഈ ട്രാൻസ്പോർട്ട് ബസ്സുകൾ അവിടുത്തെ DTC ബസ്സുകളിൽ ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ലാഭത്തിൽ ഓടിക്കൊണ്ടിരുന്ന മെട്രോ ക്രൈസിസിലായി. കാരണം ഈ സ്ത്രീകളെല്ലാം പിന്നെ കയറുന്ന ഫ്രീ ആയിട്ടുള്ള ബസ്സിലാണ് കയറുന്നത്. സെയിം പ്രശ്നം കർണാടകയിലും ഉണ്ടായി. കാരണം കമ്മ്യൂട്ടേഴ്സ്, യാത്രക്കാർ, കാരണം ഇവരുടെ ഇത് വെച്ച് റൺ ചെയ്തിട്ടാണ് ഈ മാസീവ് ട്രാൻസ്പോർട്ട് സിസ്റ്റം മെട്രോ ഒക്കെ ഓടിക്കേണ്ടത്. അവർ നേരെ ബസ്സിലോട്ട് പോയി. അപ്പം നമുക്കറിയാം, ഓട്ടോറിക്ഷ എന്നൊക്കെ പറഞ്ഞാൽ ജോലിയെടുത്ത് ജീവിക്കുന്നവരാണ്. ഓട്ടോറിക്ഷ, ടാക്സി, സൈക്കിൾ റിക്ഷ എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതെല്ലാം ഫ്രീ ആയി കഴിയുമ്പോൾ കർണാടകയിലുണ്ടായ സംഭവം എന്തുവാ?
ഓട്ടോറിക്ഷയിൽ സ്ത്രീകൾ കയറാതായി. കാരണം അവർക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലും എല്ലാം ഫ്രീയാണ്. അപ്പം അതിൻ്റെ പേരിൽ ഓട്ടോറിക്ഷക്കാരും ടാക്സിക്കാരും ഈ ഫ്രീ നിർത്തലാക്കാൻ വേണ്ടി കർണാടകയിൽ സമരം ചെയ്തു. ഡൽഹിയിലെ ഓട്ടോറിക്ഷക്കാരും നഷ്ടത്തിലോട്ട്, കാരണം അവിടെ ഫ്രീയാണ്. നിങ്ങൾ ഒരിടത്ത് ഫ്രീ കൊടുക്കുമ്പോൾ അത് ഇപ്പുറത്തത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. നമ്മളിങ്ങനെ എല്ലാം ബാലൻസ്ഡ് എക്കോണമി ആയിട്ടാണ് ഇത് പോകുന്നത്. അവർക്ക് ജോലി കിട്ടണം, ഇവർക്ക് ജോലി കിട്ടണം. അപ്പം ഈ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ഇപ്പം 200 യൂണിറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധാരണക്കാരൻ, ഒരു മിഡിൽ ക്ലാസ്, അവന് കൊടുക്കാൻ, അവനിത് ഇലക്ട്രിസിറ്റിയുടെ ചാർജ് കൊടുക്കാൻ പണമുണ്ട്. അവന് എക്സ്ട്രാ ഇത് യൂസ് ചെയ്യും, അവൻ മിസ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റിക്ക് ചാർജ് കയറുന്നു. അവനൊരു ഉത്തരവാദിത്വമുണ്ട്, ഒരു അക്കൗണ്ടബിലിറ്റി. കാരണം അവനാണ് ഈ പണം കൊടുക്കുന്നത്. അവൻ ചെന്ന് AC പെട്ടെന്ന് ഓഫ് ചെയ്യും, യൂസ് ചെയ്യുന്നില്ല, ലൈറ്റ് ഓഫ് ചെയ്യും. നോർമലായിട്ടുള്ള കോഴ്സ് അതൊന്നും ഇല്ലാതായി. അപ്പം ഇതിൻ്റെ ഉപയോഗം കൂടുന്നു. ഇലക്ട്രിസിറ്റി ഒന്നും ഫ്രീ ആയിട്ടുണ്ടായി വരുന്നതല്ല. അത് പല രീതിയിൽ അത് പ്രൊഡക്ഷൻ കഴിഞ്ഞ് വളരെ എമൗണ്ട് ചിലവാക്കിയാണ്, ഓരോ എനർജിയാണ്, ഇലക്ട്രിസിറ്റി ആണെങ്കിലും ഈ ഓരോ സംഭവങ്ങളുണ്ടാകുന്നത്. ഇപ്പം നിങ്ങൾ റേഷൻ സമ്പ്രദായം അരവിന്ദ് കെജ്രിവാൾ അവിടെ കൊണ്ടുവന്നു. എന്നിട്ട് അയാൾ ഗവർണറുമായിട്ട് ഒരു 4 വർഷമാണ് ഫൈറ്റ് ചെയ്തത്. റേഷൻ വാങ്ങുന്നവരുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കും. റേഷൻ വാങ്ങുന്നവർക്ക് വീട്ടിൽ കൊടുക്കേണ്ട ആവശ്യം എന്തുവാ? ആലോചിച്ച് നോക്കേണ്ട സംഭവമില്ലേ? അതിനെയാണ് ഗവർണർ എതിർത്തത്. അവരിവിടെ റേഷൻ ഷോപ്പിൽ വന്നാണ് വാങ്ങേണ്ടത്. അതിനും ഇനി വയ്യാതെ പ്രായമുള്ളവരുണ്ട്, അവർക്ക് വീട്ടിൽ കൊടുക്കുക. അതിൻ്റെ ഒരു സർവേ എടുക്കുക, കണക്കെടുക്കുക. അതാണ് ഞാനീ പറയുന്നത്. അപ്പം അർഹതപ്പെട്ടവരുടെ സർവേ എടുക്കുക, കണക്കെടുക്കുക. അതിനുശേഷം അവർക്കത് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല, ആർക്കും പ്രശ്നവുമില്ല. കാരണം അവർ ഡിസേർവ് ചെയ്യുന്നതാണ്. ഇതൊന്നുമല്ലാതെ ചാടി നടക്കാൻ കഴിവുള്ളവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്ത്, എല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെറിയ ജോലി പോലും എടുക്കുകയില്ല. ഇത് ലോകത്ത് മുഴുവൻ ഇത് കമ്മ്യൂണിസ്റ്റ് ഒരു സൈദ്ധാന്തിക സിദ്ധാന്തം അയാൾ നടപ്പിലാക്കാൻ ശ്രമിക്കുക. ഒരു ഭാഗത്ത് ഹനുമാൻ ചാലിസ പറയുന്നു, ദൈവവിശ്വാസിയാണെന്ന്. ഒരു ഭാഗത്ത് അദ്ദേഹം ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ നശിപ്പിക്കുവാൻ വേണ്ടി അരാജകത്വത്തിൻ്റെ സംഭവമായിട്ടാണ് ഫ്രീ എന്ന സാധനം കയറി വരുന്നത്. നിങ്ങൾ ആലോചിച്ചു, ഇത് ലോങ് റണ്ണിങ്ങിൽ ഇന്ത്യയെ മുഴുവനായിട്ട് ഇത് ബാധിക്കും. കാരണം ഇത് ലോകത്ത് പലയിടത്തും, റഷ്യ, USSR നശിച്ചു പോയതിൻ്റെ കാരണം അതാ. അതുമാത്രമല്ല, പല രാജ്യങ്ങൾ ഇതേപോലെ വോട്ട് നേടി അധികാരത്തിൽ കയറാൻ വേണ്ടി ഫ്രീ എന്ന് വെച്ച് കൊടുക്കുന്നു. അവസാനം ഇത് എവിടെ ചെന്നെത്തി നിൽക്കുമെന്ന് പറയാൻ പോലും പറ്റത്തില്ല. അതായത് വീണ്ടും അത് കൺക്ലൂഡിങ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത്, ഇപ്പം തമിഴ്നാട്ടിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഇത്രയും പേര്. അതായത് തമിഴ്നാട്ടിൽ ഇപ്പം അവിടെ ബംഗാളികളും ഈ ബീഹാറികളും ആ ഭാഗത്തുള്ള ആൾക്കാർ ഇവിടെ ജോലിക്ക് വന്നില്ലെങ്കിൽ ഇത്രയും ഇൻഡസ്ട്രിയലായിട്ടുള്ള സ്റ്റേറ്റാണ്. ആലോചിച്ച് നോക്കട്ടെ, പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അവരിപ്പോൾ ഒരു ദിവസം വന്നില്ലെങ്കിൽ അത് കംപ്ലീറ്റ് നാശമായി പോവും. ആ രീതിയിലാണ് അവിടുത്തെ ഭരിച്ച ഗവൺമെൻറ്റുകളെല്ലാം ഉണ്ടാക്കിയെടുത്തത്. സൈക്കിള് ഫ്രീ, കുട്ടിക്ക് ലാപ്ടോപ്പ് ഫ്രീ, ലാപ്ടോപ്പ് കൊടുക്കണം. അതാണ് ആ പോയിന്റ് ഞാൻ പറഞ്ഞത്. ഇവരെ ബേസിക്കലി ചെറുപ്പക്കാരെയും വരുന്നവരെയൊക്കെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് ജോലി ചെയ്യാൻ പഠിപ്പിച്ചാൽ മാത്രമേ, എന്നിട്ടവർ ജോലി ചെയ്യുമ്പോൾ മാത്രമേ ഇന്ത്യയുടെ പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അവർ ജോലി പഠിക്കുന്നു, അവന് പുരോഗതി ഉണ്ടാകുന്നു, അവൻ കുടുംബത്തിന് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു. ഫ്രീ ആയിട്ട് വന്ന് എന്ത് ജോലി അവൻ ചെയ്യുന്നത്? ഇനി കേരളത്തിലെടുക്കാം, കിറ്റ് എന്ന് പറഞ്ഞ സമ്പ്രദായം ഉണ്ടായി, പെൻഷൻ ഉണ്ടായി, സംഭവം ഉണ്ടായി. നിങ്ങൾ കണ്ടു കാണും, ഏറ്റവും കൂടുതൽ ആളുകൾ റോഡിൽ നിന്നൊരു 20 മീറ്റർ തട്ടിയിട്ട് ഒരു ലോട്ടറി കച്ചവടക്കാരനെ മാറ്റിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുമോ? കാരണം ജോലി ചെയ്യണ്ട, അവനെല്ലാം ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. റേഷനരി ഫ്രീ, പെൻഷനുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഫ്രീ. അപ്പം ലോട്ടറി എന്ന് പറയുന്നത് ഒരു ടൈം പാസ്സാണ്, അത് അടിച്ചു കഴിഞ്ഞാൽ കോടികൾ കിട്ടും. ഇപ്പം ഈ ഒരു നിലയിലോട്ടാണ് അരവിന്ദ് കെജ്രിവാൾ കാണുന്ന ഇന്ത്യ. അപ്പം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ്, ഇടതുപക്ഷ, ലിബറലായിട്ടുള്ള കുറച്ച് മലയാളികളുമുണ്ട്. അതൊക്കെ ഇതിൻ്റെ യാഥാർത്ഥ്യമാണ്. ഒരു കാരണവശാലും ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട സാധനങ്ങൾ, ഇലക്ട്രിസിറ്റിയോ ഈ സംഭവങ്ങളൊന്നുമില്ല. ഇപ്പം ഇന്ത്യയിൽ ഒരു ക്രൈസിസ്, പാൻഡമിക് ഉണ്ടാകുന്നു, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ആ സമയത്ത് ഫ്രീ ആയിട്ട് കൊടുക്കണം. അതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു.
അത് ഇലക്ഷൻ വാഗ്ദാനമായിട്ട് ഇത് ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അതായത് ഫ്രീ ആയിട്ട് ഈ സാധനങ്ങൾ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇലക്ട്രിസിറ്റിയുടെ പ്രൊഡക്ഷൻ ആലോചിച്ച് നോക്കി, ഇന്ത്യക്ക് ഇവിടെ താങ്ങാൻ പറ്റത്തില്ല. മറ്റു പലതും റെയിൽവേ എന്ത് ചെയ്യും? കാരണം റെയിൽവേ പുതിയ ട്രാക്കിലോട്ടാണ് മോദി ഗവൺമെൻറ് കൊണ്ടുവന്നത്. അതിനെ കംപ്ലീറ്റ് ഡീറെയിൽ ചെയ്ത് കളയും. കാരണം ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ വന്ന സമയത്ത് ഈ ജുഗ്ഗി ചോപ്പടി, അതായത് നിങ്ങൾ ഈ അതിൻ്റെ മലയാളത്തിലെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, ഈ ആൾക്കാരിങ്ങനെ വന്ന് വീട് കെട്ടി താമസിക്കുക ഗവൺമെൻറ് ലാൻഡ്, അതിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി. പിന്നീട് ലെഫ്റ്റനൻറ്റ് ഗവർണർ ഇടപെട്ടിട്ടാണ് ഇത് ഒത്തിരി എടുത്ത്, കാരണം ഇയാൾക്കൊക്കെ അരാജകത്വം മതി. അതുപോലെ സിറ്റി നാശമാക്കി കളഞ്ഞൊരു സമയത്ത്. പിന്നീട് ഗവൺമെൻറ്റും മോദി ഗവൺമെൻറ്റും ഇടപെട്ടിട്ടാണ് ഇതിനെ ശരിയാക്കി എടുക്കുന്നത്. ഇതൊക്കെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ അരാജകവാദിയാണ് അടുത്ത പ്രധാനമന്ത്രി എന്ന് കേരളത്തിലെ ആൾക്കാർ പറയുമ്പോൾ അവനെയൊക്കെ പുച്ഛിച്ച് തള്ളുവാനാണ് എനിക്ക് തോന്നുന്നത്.